വചനജായ 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 വചനജായ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചന ഞായറിലേക്ക് സ്വാഗതം. ഈ ഞായറാഴ്ച ദിവസം നമ്മൾ വായിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 51 മുതൽ 58 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈശോ യഹൂദന്മാരോട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണമെന്ന് അസന്നിഗ്ധമായി വീണ്ടും വീണ്ടും അവരോട് പ്രഖ്യാപിക്കുന്നതായി നമ്മൾ കാണുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യ ജീവനുണ്ട് എന്ന് ഈശോ ഈ വചനഭാഗത്ത് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈശോ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ, ഭക്ഷിക്കുക എന്നതിനു വേണ്ടി ഈശോ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഗ്രീക്ക് വാക്കുകൾ ഈശോ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യോഹന്നാൻ ഈ 2 ഗ്രീക്ക് വാക്കുകളിലൂടെയാണ് ഈശോയുടെ ഈ ഭക്ഷിക്കുക എന്നുള്ള കൽപ്പന നമുക്ക് നൽകുന്നത്. ആദ്യത്തെ, അതായത് 49-ാമത്തെ വചനം, 6-ാം അധ്യായത്തിലെ 49-ാം തിരുവചനത്തിൽ ഇങ്ങനെ എസ്തിയോ എന്നാണ് ഭക്ഷിക്കുക എന്നതിന് ഈശോ ഉപയോഗിക്കുന്നത്. എസ്തിയോ എന്ന വാക്കാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ വരുമ്പോൾ 6-ാം അധ്യായത്തിൽ 54, 56, 57, 58 ഈ ഭാഗങ്ങളിൽ, ഈ വചനഭാഗങ്ങളിൽ ട്രൊഗെയിൻ എന്ന വാക്കാണ് ഈശോ ഉപയോഗിക്കുന്നത്, യോഹന്നാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 വാക്കുകൾ എന്തുകൊണ്ട് മാറി മാറി ഉപയോഗിക്കുന്നു? അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് എസ്തിയോൺ എന്ന വാക്കും 2-ാം ഭാഗത്ത് ട്രൊഗെയിൻ എന്ന വാക്കും എന്തുകൊണ്ട് ഈശോ മാറി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ 2 തരത്തിലുള്ള സ്വീകരണത്തെയാണ് യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ ഈ വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 2 തരത്തിലുള്ള സ്വീകരണം. ദിവ്യകാരുണ്യത്തെ 2 രീതിയിൽ സഭ സ്വീകരിക്കുന്നുണ്ട്. ഒന്നാമതായി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതൊരു ഉടമ്പടിയായി സ്വീകരിക്കുകയും അതിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി നിരന്തരം അവർ അർപ്പിക്കുന്ന ഒരു രീതിയായി അതിൻ്റെ സ്വാഭാവികതയിൽ അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് എസ്തിയോ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഭക്ഷിക്കുക. അതായത് എന്ത് സാധനവും ഭക്ഷിക്കുന്ന, നമ്മൾ എന്ത് വിശപ്പനുസരിച്ച് നമ്മൾ ഭക്ഷിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു, അതിനെ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതായത് അതിൻ്റെ സ്വീകരണം, ദിവ്യകാരുണ്യത്തിൻ്റെ സ്വീകരണം തന്നെ വലിയൊരു കൃപയായി നമ്മളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഈശോ കൊണ്ടുപോകുന്നത് അതിനെ ട്രൊഗെയിൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴാണ്. അതായത് ട്രൊഗെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം അത് ആസ്വദിച്ച്, ഒരു ഭക്ഷണ പദാർത്ഥം ആസ്വദിച്ച് ചവച്ചരച്ച് ഭക്ഷിക്കുന്നതിനെയാണ് ട്രൊഗെയിൻ എന്ന് ഗ്രീക്കിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദിവ്യകാരുണ്യത്തെ ആസ്വദിച്ച് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചവച്ചരച്ച് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ആ ദിവ്യകാരുണ്യ അനുഭവത്തെ വീണ്ടും വീണ്ടും ധ്യാനപൂർവം സ്വീകരിക്കുന്ന ആ ഒരു ശൈലി, അല്ലെങ്കിൽ ആ ഒരു രീതിയെ കൂടെ ഈശോ നമുക്ക് നമ്മളുടെ മുന്നിൽ വച്ചു തരികയാണ്. അപ്പോൾ ഈ ട്രൊഗെയിൻ എന്ന രീതിയിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവനിലേക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവിടുത്തെ അറിയുന്നത് നീതിയുടെ പൂർണ്ണതയാണ്, അവിടുത്തെ ശക്തി അറിയുന്നതോ നിത്യജീവൻ്റെ ആരംഭമാണ്. വചനം ഇങ്ങനെയാണ്:
ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:3 നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, വായിക്കുന്നത്. അതായത് അവിടുത്തെ അറിയുന്നത് നീതിയുടെ പൂർണ്ണതയാണ്, എന്നാൽ അവിടുത്തെ ശക്തി അറിയുന്നത് നിത്യജീവൻ്റെ ആരംഭമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു വചനത്തോട് ചേർത്ത് വെച്ച് ഈ 2 ഗ്രീക്ക് വാക്കുകളെയും നോക്കുമ്പോൾ ആദ്യ ഭാഗത്ത് അവിടുത്തെ അറിയുന്നത് നീതിയിലുള്ള ജീവിതത്തിന് നമുക്ക് കാരണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ആ ഭക്ഷണം, ഒരു ഭക്ഷണത്തിൻ്റെ സ്വാഭാവികമായ സ്വീകരണം നമ്മളെ ശാരീരികമായ ജീവിതത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ജീവനിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നു. നമ്മളുടെ സ്വാഭാവികതയിൽ ജീവിക്കാൻ, നന്മയിൽ ജീവിക്കാൻ, ഐശ്വര്യത്തോടുകൂടെ ജീവിക്കാൻ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നിത്യജീവനിലേക്കുള്ളൊരു പ്രവേശികയായി ദിവ്യകാരുണ്യം മാറുകയാണ്. നിത്യജീവനിലേക്കുള്ള വാതിലായി, നിത്യജീവനിലേക്കുള്ള ഒരു വളർച്ചയായി ദിവ്യകാരുണ്യം മാറുന്നതിനെക്കുറിച്ചും ഈശോ സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഈ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ സഭയുടെ ശുശ്രൂഷകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ നടക്കുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി വചനം വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പമായ ദൈവം, അവതീർണ വചനമാണ് ഈശോ, അപ്പമായ ഈശോ. അപ്പോൾ ഈ വചനം പ്രസംഗത്തിൽ തന്നെ വചനം വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒത്തിരി പ്രസംഗകരുണ്ട്. അതൊരു ശൈലിയാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ വലിയ കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. വചനം ഏറ്റുപറയുമ്പോൾ, വചനം വിശ്വാസത്തോടുകൂടി ഏറ്റുപറയുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നു. പൈശാചിക ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ മറ്റൊരു രീതിയുണ്ട്. അതായത് പ്രത്യേകിച്ച് സന്യാസ സഭകളൊക്കെ അനുഷ്ഠിക്കുന്നത് അതാണ്. അവർ പ്രത്യേകമായി ആ വചനത്തെ ധ്യാനിക്കുന്നത് ഒരു കൊച്ചു വചനം എടുത്തിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കർമ്മലീത്ത സഭയിൽ, ഞങ്ങളുടെ കർമ്മലീത്ത സഭയിലൊക്കെ ഞങ്ങൾ സെമിനാരിയിലൊക്കെ കയറുമ്പോൾ ധ്യാനിക്കാൻ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നു. അതായത് ഒരു കൊച്ചു വചനം എടുത്തിട്ടാണെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ധ്യാനിച്ച് ഇറങ്ങുവാനായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ 2 ശൈലിയും വചന പ്രഘോഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വചനത്തിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചുണ്ട് എങ്കിൽ അതുപോലെ തന്നെയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്വീകരണവും. അവതീർണ വചനമാണ് ദിവ്യകാരുണ്യം. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തെ നിരന്തരം സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനെ കണ്ടപ്പോൾ, അദ്ദേഹം ഫാക്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഉദ്യോഗമണ്ഡലിലുള്ള FACTയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. വളരെ സങ്കീർണമായ കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ഓപ്പറേഷനാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറയുന്നതാണ്, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കും, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പള്ളിയിൽ 6 മണിക്ക് കുർബാനയുണ്ട്, അതിൽ പോയി ഞാൻ പങ്കെടുക്കും. അതെൻ്റെ ഒരു ശക്തിയാണ്. എൻ്റെ ഈ ജോലി മേഖലയിൽ നിന്ന് വലിയ അപകടം പിടിച്ചൊരു ജോലി മേഖലയാണ്. പക്ഷേ എനിക്ക് ഇന്നുവരെ വർഷങ്ങളോളം 10-20-25 വർഷത്തോളം അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു. പക്ഷേ ഇന്നുവരെ എനിക്കൊരു അപകടം ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ ഈ അതിരാവിലെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് എന്ന് അച്ചേട്ടൻ പറയും. അപ്പോൾ നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ആ ജീവിതത്തിലൂടെ മുന്നോട്ട്, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുവാൻ, അല്ലെങ്കിൽ ജീവിതത്തെ ഊർജ്ജസ്വലതയോടുകൂടെ ജീവിക്കാനായിട്ട് ദിവ്യകാരുണ്യം നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇതിൻ്റെ മറ്റൊരു തലമുണ്ട്. ഇതിൻ്റെ ആ പെരിഫറിയിൽ നിന്ന് മാറി അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തലം കൂടെ നമുക്കുണ്ട്. അതായത് ധ്യാനിക്കുന്ന, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ധ്യാനിച്ചെടുക്കുന്ന ഒരു ശൈലി. അതായത് ചില ആളുകളൊക്കെ, അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല, എല്ലാവർക്കും സാധിക്കും, പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ കാണുന്നില്ല. അതായത് ഒരു ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന നിത്യാരാധനാ കേന്ദ്രങ്ങളിൽ പോയി രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ ഇരുന്ന് അവിടെ തപസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാറുണ്ട്. അവർ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ടും അവർക്ക് മതി വരുന്നില്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അതിൻ്റെ ആഴങ്ങൾ ധ്യാനിച്ചെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതും
അവരും പറയുന്നത് ഇത് തന്നെയാണ്. അവർക്ക് ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, വരും കാലത്തെക്കുറിച്ച് പോലും, അതായത് സ്വർഗീയമായ വെളിപ്പെടുത്തലുകൾ അവർക്ക് ലഭിക്കുന്നു. സ്വർഗീയമായ ആഴങ്ങൾ, സ്വർഗീയമായ മർമ്മങ്ങൾ അവർക്ക് ഈശോ ആ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ജീവിത ശൈലിയും, ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുന്ന രണ്ട് ശൈലിയും സഭയിൽ പ്രബലമാണ്. സഭയിൽ ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുമാണ്. നിരന്തരം നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുകയും ചെയ്യണം. എന്നാൽ അതിൽ മാത്രം പോരാ, നിത്യജീവനിലേക്കും നമ്മൾ ശ്രദ്ധയൊന്നേണ്ടിയിരിക്കുന്നു. നിത്യജീവനിലേക്ക് ശ്രദ്ധയൊന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദിവ്യകാരുണ്യത്തിന് മുൻപിൽ പോയി ഇരിക്കണം. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഇരുന്ന് ധ്യാനിക്കണം. ദിവ്യകാരുണ്യത്തെ ഒരു 1-2 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. വിശുദ്ധിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ബിഷപ്പായിരുന്ന ഫുൾട്ടൻ ജേഷ്യൻ, അദ്ദേഹം വലിയൊരു പ്രസംഗകനായിരുന്നു. TV-യിലൂടെയും റേഡിയോയിലൂടെയും അദ്ദേഹത്തിൻ്റെ ആ കാലത്തുണ്ടായിരുന്ന ആ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകമെമ്പാടും ഓടി നടന്നെന്നോണം പ്രസംഗിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഫുൾട്ടൻ ജേഷ്യൻ. അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാനൊരു ഹോളി അവർ പ്രാക്ടീസ് ചെയ്യും. ഹോളി അവർ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദിവ്യകാരുണ്യത്തിന് മുൻപിൽ 1 മണിക്കൂർ ചെലവഴിക്കും. ഞാൻ എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ 1 മണിക്കൂർ ലോകത്തെവിടെയാണെങ്കിലും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു ശൈലി, അത് സന്യസ്തരുടെ ശൈലിയാണ്, സന്യാസികൾ പ്രാക്ടീസ് ചെയ്തിരുന്ന ശൈലിയാണ്. അതുപോലെ തന്നെ വിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പ കേരളത്തിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതായത് എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹം എല്ലാവരെയും കണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞ് അദ്ദേഹം ചാപ്പലിൽ കയറിയിരുന്നു. അവിടെ ഏതാണ്ട് 1.5 മണിക്കൂർ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദർശനത്തിലൂടെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് അവർ വിശുദ്ധരായത്. സ്വർഗീയ ജീവിതത്തിലേക്കുള്ള പ്രവേശികയാണ് ദിവ്യകാരുണ്യ ധ്യാനം. സ്വർഗീയ ജീവിതത്തിലേക്കുള്ള വാതിലാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 15:3 പറയുന്നത് പോലെ സ്വർഗീയ ജീവിതത്തിലേക്കുള്ള വാതിലാണ് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്നുള്ള ധ്യാനം. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് ലൂക്കായുടെ സുവിശേഷത്തിലും 1 കൊറിന്തോസിൻ്റെ 11 പറയുന്നുണ്ട്. ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നിടത്ത് അന്ത്യത്താഴ വേളയിൽ ഈശോ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട്. ഈശോയുടെ ഓർമ്മയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ ധ്യാനിച്ചെടുക്കുന്നത്. ഈശോയുടെ ഓർമ്മ, വിശുദ്ധ കൊച്ചു ത്രേസ്യ ഈശോയുടെ ഓർമ്മയിലേക്ക് ലയിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അവളുടെ ജീവിത ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അവൾ ഒരു അവളുടെ മിണ്ടാമടത്തിലായിരിക്കുമ്പോൾ അവൾക്ക് സാക്രിസ്റ്റ്യൻ്റെ ജോലി കിട്ടി, കപ്പ്യാരുടെ ജോലി. അവൾ വൈദികൻ പരിശുദ്ധ കുർബാന അർപ്പിച്ച് കടന്നുപോയി കഴിയുമ്പോൾ ഇവൾ തനിച്ച് സാക്രിസ്റ്റിയിലായിരിക്കുന്ന നേരത്ത് ആ കാസയും പീലാസയും ഒക്കെ സാക്രിസ്റ്റിയിൽ കൊണ്ടുവന്ന് വെച്ച് അത് തുടച്ച് വൃത്തിയാക്കി, ഒരിക്കൽ കൂടെ വൈദികൻ ആണത് തുടച്ച് വൃത്തിയാക്കുന്നത്. അതിനുശേഷം ഒരിക്കൽ കൂടെ അവളൊന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഷെൽഫിലേക്ക് വെക്കാനായിട്ട് വേണ്ടി അവൾ ഒരുങ്ങുകയാണ്. അവളതിങ്ങനെ തുടയ്ക്കാൻ വേണ്ടി അതിങ്ങനെ ആ പാനപാത്രം കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്, എൻ്റെ ഈശോയുടെ തിരുരക്തം വീണ പാത്രമാണല്ലോ ഇത്. എൻ്റെ ഈശോയുടെ തിരുരക്തം വീണ പാത്രമാണല്ലോ ഇത്. ആ പാനപാത്രത്തിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് അവൾ നോക്കി ആ ഈശോയുടെ ഓർമ്മയിൽ അവൾ ഒരു ധ്യാനത്തിൽ എന്നോണം നിന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുന്നത് ഈശോയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈശോയെക്കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും നമ്മൾ സ്വർഗീയമായ ഒരു ജീവിതമായിരിക്കും ഈ മണ്ണിൽ തന്നെ നയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് നിരന്തരം നടക്കുന്നവരാകാം. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് നിരന്തരം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാം.
എന്നാൽ അത് മാത്രം പോരാ, ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഒരു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഇരിക്കുന്ന മക്കളായി നമുക്ക് മാറാനായിട്ട് ശ്രമിക്കാം. അതിനുള്ള സൗകര്യം നമ്മളുടെ നാട്ടിൽ ഒരുപാട് ഈശോ ഒരുക്കി തന്നിട്ടുണ്ട്. അത് എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ള കാലത്ത് നമുക്കതെല്ലാം ആസ്വദിച്ച്, ആ ഭക്ഷണം ആസ്വദിക്കുന്നത് പോലെ ഈശോയെ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ